മുസ്ലിം ലീഗിൽ ഒറ്റപ്പെട്ട് പി.കെ. ഫിറോസ്. പി.കെ. ഫിറോസിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണങ്ങളെന്ന് ലീഗ് വിലയിരുത്തൽ. ആരോപണങ്ങൾക്ക് ഫിറോസ് മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. വയനാട് ഉൾപ്പെടെ യൂത്ത് ലീഗ് പിരിച്ച വിവിധ ഫണ്ടുകളിലാണ് ആദ്യം ആരോപണമുയർന്നത്. ഒരു തൊഴിലുമില്ലാത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് സമ്പാദനവും കോടികൾ വിലമതിക്കുന്ന വീടും ചർച്ചയായി. കോഴിക്കോട് വില്ല പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടും പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്തണമെന്ന ആവശ്യമുയർത്തി കെ.ടി. ജലീൽ രംഗത്തെത്തിയിരുന്നു. ഒന്നിലും അന്വേഷണമുണ്ടായില്ല. ഇതിനിടെയാണ് UAE-യിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് കമ്പനിയിലെ സെയിൽസ് മാനേജരായി രേഖയുണ്ടാക്കി പി.കെ. ഫിറോസ് മാസം 5 ലക്ഷത്തോളം ശമ്പളം വാങ്ങുന്നത് പുറത്തുവരുന്നത്. ഷെയർ മറച്ചുവെക്കാനാണ് വ്യാജ തൊഴിൽ കാർഡ് ഉണ്ടാക്കിയത്. യൂത്ത് ലീഗ് നടത്തിയ ധോത്തി ചലഞ്ചിലും ഫിറോസ് പണം വാരി. 200 ഉറുപ്പികയുടെ തുണി 500 രൂപയ്ക്ക് നൽകിയാണ് പണമുണ്ടാക്കിയത്. സാമ്പത്തിക ക്രമക്കേടുകളിൽ വ്യക്തത വരുത്തണമെന്ന് നേതൃത്വം ആവശ്യപ്പെടാത്തത് ഭയം കൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലും ആക്ഷേപമുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.